ബിജെപിയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട പ്രചാരണത്തിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തുന്നത്. വൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് ബിജെപി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. പ്രധാനമന്ത്രിയുടെ വരവ് വലിയ ആഘോഷമാക്കി മാറ്റുകയാണ് ബിജെപി നേതൃത്വം. തിരുവനന്തപുരം നഗരസഭയിൽ അധികാരത്തിലെത്തിയ ബിജെപി 45 ദിവസത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തിരുവനന്തപുരത്ത് എത്തിക്കുമെന്നായിരുന്നു പ്രഖ്യാപിച്ചത്. അധികാരമേറ്റ് 27ാം ദിവസം തന്നെ അത് സംഭവിക്കുകയാണ്. നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തുന്നതോടെ ബിജെപിയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന് കൂടി തുടക്കമാകും. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സംസ്ഥാന നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. പ്രധാനമന്ത്രി എത്തുന്നതിന് തൊട്ടുതലേന്നുള്ള 2020യുടെ NDA പ്രവേശനം രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. 3 വൻകിട പദ്ധതികളുടെ ഉദ്ഘാടനം പുത്തരിക്കണ്ടം മൈതാനത്ത് നടക്കുന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി നിർവഹിക്കും. കൂടാതെ അതിവേഗ റെയിൽ, തിരുവനന്തപുരം നഗരത്തെ തുറമുഖ നഗരമായി പ്രഖ്യാപിക്കുക തുടങ്ങി സർപ്രൈസ് പ്രഖ്യാപനങ്ങളും ഉണ്ടാകുമെന്നാണ് വിവരം. തിരുവനന്തപുരം നഗരത്തിന്റെ വികസന രേഖ പ്രഖ്യാപിക്കുമെന്ന് ബിജെപി നേതാക്കൾ അറിയിച്ചെങ്കിലും അതുണ്ടാകില്ലെന്നാണ് മേയർ VV രാജേഷ് മാധ്യമങ്ങളെ കണ്ടറിയിച്ചത്. എന്നാൽ വാർഡുകളിൽ നിന്ന് ലഭിച്ച അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഇതിനോടകം എത്തിച്ചതായാണ് വിവരം. പ്രധാനമന്ത്രിയുടെ വരവ് സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ ചലനങ്ങളൊന്നും ഉണ്ടാക്കില്ലെന്നാണ് LDF UDF നേതാക്കളുടെ വിലയിരുത്തൽ. പ്രധാനമന്ത്രിയുടെ വികസിത് ഭാരത് സങ്കല്പത്തിൽ നിന്ന് കേരളത്തെ തഴയുന്നത് ഉയർത്തിക്കാട്ടിയാണ് LDFും UDFും പ്രധാനമന്ത്രിയുടെ വരവിൽ ചർച്ചയുയർത്തുന്നത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിനുള്ള സഹായം നൽകാത്തതിനെ ചൊല്ലി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിക്ക് കത്തയക്കുകയും ചെയ്തിരുന്നു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.